ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ചെറിയ പ്രിപ്പറേഷനുമായിട്ട് കിച്ചണിലാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത് ചക്ക പുഴുങ്ങിയതാണ്, ചക്ക വേവിച്ചത്. അതുപോലെ തന്നെ എന്നത്തെയും പോലെ തന്നെ ചായ, പിന്നെ ചക്കയും ചിക്കൻ കറിയും. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുക്കുന്നത്. പിന്നെ മുട്ട റോസ്റ്റും എടുക്കുന്നുണ്ട്. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു, എപ്പോഴും നമുക്ക് കിട്ടാത്ത വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ബീഫ് റോസ്റ്റ്. അപ്പോൾ അമ്മച്ചി നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട കുറച്ച് ഐറ്റംസ്, ഈ ചക്ക വേവിച്ചതൊക്കെ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടതാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, കഴിഞ്ഞ വീഡിയോയിലും ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ബീഫ് റോസ്റ്റാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് ജസ്റ്റ് എടുത്ത് ഒന്ന് തണുപ്പൊക്കെ മാറാനായിട്ട് മാറ്റി വെച്ചതാണ്. പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുക്കുന്നത് ചക്ക വേവിച്ചതും അതുപോലെ തന്നെ മുട്ട റോസ്റ്റും പിന്നെ ചിക്കൻ കറിയും. അപ്പോൾ എനിക്ക് ഈ ഒരു ചക്ക വേവിച്ചത് അതുപോലെ തന്നെ കപ്പ വേവിച്ചത് ഈ ഐറ്റംസിൻ്റെയൊക്കെ കൂടെ ഈ ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി ആണ് ഇഷ്ടം. ഫിഷ് കറീനേക്കാളും കൂടുതൽ ഈ ഒരു ഐറ്റംസാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ നമ്മുടെ ചക്ക പുഴുങ്ങിയതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറിയൊക്കെ ഒഴിച്ചു. പിന്നെ എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമ്മുടെ പണ്ടൊന്നും ചക്കയോടൊന്നും ഇത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കഴിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചക്ക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ കോമ്പിനേഷനാണ് ചക്കയും ചിക്കനും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. എനിക്ക് ഫിഷ് കറിയിലും ഇഷ്ടം എന്ന് പറയുന്നത് ഈ ചക്ക വേവിച്ചതിനൊക്കെ ഇതുപോലെ നമ്മുടെ ബീഫ് കറിയും ചിക്കൻ കറിയും ഒക്കെയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അതിൻ്റെ കൂടെ മുട്ട റോസ്റ്റും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ചേർത്തിട്ട് രാവിലത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കപ്പ് ചായയും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികൾ ഇതായിരുന്നു. ഇനി അതിനുശേഷം പിന്നെ ലഞ്ചിന് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് കുക്കിംഗ് വിശേഷം ഷെയർ ചെയ്യുന്നില്ല, ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് ഷെയർ ചെയ്യാം. പിന്നെ അമ്മച്ചി കുറച്ച് ചക്ക പഴം കൊടുത്തു വിട്ടു. അത് കഴിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊടുത്തു വിട്ടു, അത് നമ്മൾ കഴിച്ചു. ഇത് വേറെ കുറച്ചും കൂടെ നമ്മൾ ബാലൻസ് വെച്ചത് ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു. പിന്നെ അമ്മച്ചിയുടെ സ്പെഷ്യൽ നെയ്യപ്പം പൊരിച്ചത്. അപ്പോൾ നെയ്യപ്പം ഇതുപോലെ പൊരിക്കും. ഇത് ചൂടോടുകൂടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ ചൂടൊക്കെ പോയി ഒരു സിപ്പ് ലോക്ക് കവറിലിട്ടിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നു വിട്ടതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള, ഒരുപാട് മുഴുപ്പൊന്നുമില്ലാതെ വളരെ ചെറിയ സൈസിലുള്ള കുറച്ച് നെയ്യപ്പം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും മധുരമായിട്ട് കഴിക്കാൻ തോന്നിയപ്പോൾ നെയ്യപ്പം എടുത്തു, അത് കഴിക്കുകയാണ്. ഇത് വീട്ടിൽ തന്നെ റെഡിയാക്കിയ അമ്മച്ചിയുടെ സ്പെഷ്യൽ നെയ്യപ്പമാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത് മുരിങ്ങയില എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കഴിക്കാൻ തോന്നുമ്പോൾ വാങ്ങി കറി വെക്കാറുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട മുരിങ്ങയില കൊണ്ട് തോരൻ വെച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഡേയ്സ് കൂടുതലും നാട്ടിലെ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യുന്നതിനേക്കാളും അതെടുത്ത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഐറ്റംസ് ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്യാമല്ലോ. അപ്പോൾ ചോറ്, നല്ല ചൂട് ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയില തോരൻ. അപ്പോൾ എനിക്ക് ലഞ്ചിന് വേണ്ടി കഴിക്കാനുള്ള ഐറ്റംസൊക്കെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ടേബിളിലേക്ക് മാറ്റുകയാണ്. ഇത് ചക്കക്കുരു എന്ന് പറയുന്നത് ഈ ഒരു പിഞ്ച് ചക്കയുടെ കുരുവിനേക്കാളും കുറച്ച് മൂത്ത അങ്ങനെ മൂത്ത ചക്കക്കുരു കറി വെക്കുമ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള ചക്കക്കുരുവായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് മോര് കാച്ചിയതുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പപ്പടം പൊരിച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തിപ്പൊടി, കുറച്ച് ചമ്മന്തിപ്പൊടി ഇതും കൂടെ കഴിഞ്ഞതിന് ശേഷം പുതിയ സ്റ്റോക്ക് ചമ്മന്തിപ്പൊടി നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ചമ്മന്തിപ്പൊടി ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ച ബീഫ് റോസ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ പാനിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. നല്ല വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള
ബീഫ് റോസ്റ്റ്. അപ്പോൾ ഇന്നത്തെ കറികളെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ അമ്മച്ചി കൊടുത്തു വിട്ട ഐറ്റംസ്, ബീഫാണെങ്കിലും അതുപോലെ തന്നെ ചക്കക്കുരു ആണെങ്കിലും മുരിങ്ങയിലയാണെങ്കിലും എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ ഐറ്റംസ് തന്നെയായിരുന്നു. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത നെയ്യപ്പം ആണെങ്കിലും അതുപോലെ തന്നെ രാവിലത്തെ ചക്ക വേവിച്ചത്, പിന്നെ നമ്മുടെ ചക്കപ്പഴം കംപ്ലീറ്റ് ഒരു നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട ഐറ്റംസൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി. ഇനിയിപ്പോൾ നമ്മുടെ ചോറ് ലഞ്ചിന് വേണ്ടിയിട്ട്, അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോറെടുത്തു. ഇനി കറികളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാൻ സൈഡിൽ വിളമ്പുകയാണ്. ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ്, പിന്നെ കറികൾ ഓരോന്നോരോന്നായിട്ട് വെക്കുകയാണ്. മുരിങ്ങയില തോരനും അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടിയും മോര് കാച്ചിയതും പപ്പടവും ഒരു തനി നാടൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഉച്ച ഊണ്. അപ്പോൾ നാടൻ ചോറും കറിയും കൂട്ടി കഴിക്കാനായിട്ട് ഇപ്പോൾ ഭയങ്കര ഒരു താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൂടുതലും ഭക്ഷണത്തിൽ, അതായത് ലഞ്ചിന് നാടൻ കറികൾ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഈ ചക്കക്കുരു എന്നൊക്കെ പറയുന്നത് ഇവിടെ നമുക്ക് ലുലുവിലൊക്കെ ചക്കക്കുരു വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ അത് ചുരണ്ടലും കറി വെക്കലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചക്കക്കുരു ഒക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഇങ്ങനെ നാട്ടിൽ നിന്ന് ആരുടെയെങ്കിലും കയ്യിൽ അമ്മച്ചി കൊടുത്ത് വിടാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ മുരിങ്ങയില തോരനും എല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഒരു മോര് കാച്ചിയതും മുരിങ്ങയില തോരനും അടിപൊളി കോമ്പിനേഷനാണ്, നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ ലഞ്ചിൻ്റെ വിഭവങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ടേബിളിൽ സെറ്റാക്കി വെച്ചു. നല്ല ടേസ്റ്റ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉച്ചൂണായിരുന്നു. എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പിടി പിടിക്കുകയാണ്. അപ്പം നല്ല ചൂട് ചോറും എല്ലാം ഫ്രഷ്ലി ഇപ്പം പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി. ഇനി കഴിച്ചാൽ മാത്രം മതി. പിന്നെ അതിന് ചക്കക്കുരുവൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുരിങ്ങയിലയാണെങ്കിലും ചക്കക്കുരു ആണെങ്കിലും എല്ലാം ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. നല്ല മോര് കാച്ചിയത് അല്ലെങ്കിൽ നമ്മുടെ വെള്ള കളറിനുള്ള കട്ട തൈരാണേലും ഓക്കെയാണ്. മുരിങ്ങയിലയ്ക്ക് എനിക്ക് ഈ ഒരു മോര് കാച്ചിയതോ അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് കേർഡോ ഒക്കെ ചേർത്ത് ചോറ് കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് കറികളൊക്കെ ചേർത്തിട്ട് ആ ഒരു ബീഫ് റോസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു. തേങ്ങാക്കൊത്തൊക്കെ ഒരു കുറച്ച് കൂടുതൽ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ചോറൊക്കെ ഉണ്ടതിന് ശേഷം ഈവനിങ് ടൈമിൽ നമ്മൾ സ്നാക്കായിട്ട് ഇതും നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട അടുത്ത ഐറ്റമാണ് ചക്ക വറുത്തത്. അതും നമ്മൾ ആവശ്യത്തിന് എടുത്ത് കഴിക്കുകയാണ്. അപ്പം ഇക്കാക്കും അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ചക്ക വറുത്തത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് എടുത്തു. അപ്പോൾ ചോറൊക്കെ ഉണ്ട്. ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേനും കുറച്ച് ചക്ക വറുത്തത് എടുത്ത് കഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസൊക്കെ ഞാൻ എൻ്റെ വരും വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം പല പല ഐറ്റംസ് ഞാൻ ഷെയർ ചെയ്തു. അതുപോലെ തന്നെ ഈ വീഡിയോയിലും ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഷെയർ ചെയ്യാണ്. പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ്, മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റ്, അതും ഒരെണ്ണം കഴിച്ചു. പിന്നെ ഡിന്നറിന് വേണ്ടിയിട്ട് ഇത് നൈസ് പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അതായിരുന്നു നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടേസ്റ്റി ഡിഷസ്, നെയ്യപ്പവും ചക്ക വറുത്തതും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, എല്ലാം ഇതിൽ കൂടുതലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസൊക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ടേസ്റ്റി ഡിഷസ്, എൻ്റെ ഡിലീഷ്യസ് ഡിഷസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക് യു, അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ